ആലപ്പുഴ ചെങ്ങന്നൂരിൽ വടക്കേമുറി പാലത്തിന്റെ തകർന്ന അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ പരിഹാരം കാണാതെ അധികൃതർ. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പൊതുജനങ്ങളുടെ ആക്ഷേപം. ചെങ്ങന്നൂർ റെയിൽവേ വാർഡിലെ കോണത്തേത്തുപടി വടക്കേമുറി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കൽക്കെട്ട് തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞു. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. നമ്മുടെ ഇത് 3 വർഷമായിട്ട് ഈ റോഡ് ഭയങ്കര ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മുടെ കൗൺസിലറുമായിട്ട് സംസാരിച്ചുടനെ ഇതിന് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫണ്ട് ഇതിന് ചെയ്യാനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല, പര്യാപ്തമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ വടക്കേമുറി പാലമാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ള ഷോർട്ട് കട്ടാണ്. അപ്പം രാത്രിയിൽ ഗൂഗിൾ വഴി വരുന്നവർ വഴിതെറ്റി പലപ്പോഴുമായിട്ട് ഇതിനകത്ത് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കാറ് വീണു, പിന്നെ 2 പ്രാവശ്യം സ്കൂട്ടറുകാർ വീണിട്ടുണ്ട്, പിന്നെ ഒരു സൈക്കിളുകാർ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശബരിമല സീസൺ ആകുമ്പോഴത്തേന് ഇത് നല്ല തിരക്കുള്ള റോഡാണ്. നമ്മുടെ ഈ റോഡ് പൊളിഞ്ഞിട്ട് 2.5 വർഷത്തോളമായി. ഇതുവരെ അന്ന് മുതൽ ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുക്കുന്നു, കൗൺസിലർ കൊടുക്കുന്നു, എന്നിട്ട് ഇന്നും ഇതുവരെയായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു, അപ്പോഴും ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഞാനും ഒരു ദിവസം നേരിട്ട് മന്ത്രിയോട് സംസാരിച്ചതാണ്. അന്നേരം പറഞ്ഞു നിങ്ങളുടെ ആ റോഡ് ശരിയാക്കാനുള്ള ഫണ്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്രോച്ച് റോഡിന്റെ നവീകരണത്തിനായി 2 തവണ ഇറിഗേഷൻ വകുപ്പ് 18 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഫണ്ട് ലഭ്യമായില്ലെന്നാണ് അധികാരികളുടെ വിശദീകരണം. മന്ത്രിമാരായ സജി ചെറിയാനും റോഷി അഗസ്റ്റിനും ഇത് സംബന്ധിച്ച് പരാതിയും സമർപ്പിച്ചിരുന്നു. തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ സുരക്ഷാവേലി ഇല്ലാത്തത് നാട്ടുകാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.